എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൈസി സ്നാക്കാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യമായിട്ട് വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കി എടുക്കാം. ബട്ടർ മെൽറ്റായി വന്നാൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇത് 1 മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ബബിൾസായി വന്നാൽ ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഇതായി വരും, നന്നായിട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു പീസ് സവാള ഇട്ടെടുക്കുന്നുണ്ട്. 2 ഗ്രാമ്പൂ ഇട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള സവാളയുടെ ആ പീസൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നത്. ശേഷം ചെറിയൊരു സവാളയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടെടുക്കാം. ചെറിയൊരു പീസ് ക്യാരറ്റ് കൂടി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തെടുക്കാം. ഇതേപോലെ കനം കുറച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം, കട്ടിയിലെടുക്കരുത്. അതേപോലെ തന്നെ ക്യാപ്സിക്കം കൂടി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറിയൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ അളവിലാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്താലും മതി. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയതിന് ശേഷം ചട്ടിയിലേക്ക് വെച്ചെടുക്കാം. ഇതേപോലെ ഓരോന്നായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം.
അപ്പോൾ അതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് വൈറ്റ് സോസിന് മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. ഇനി വേറൊരു ബ്രെഡ് ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം. ഇത് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്